നമ്മളൊക്കെ ഏറെക്കാലം ചിന്തിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയെങ്കിലും വിശുദ്ധ ഖുർആനൊന്ന് ഖത്മ് ചെയ്യണം. പക്ഷേ സമയം കിട്ടണില്ല, അതിനുള്ള സാഹചര്യമല്ല. പിന്നെ റമദാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നോക്കും, ചിലർക്കൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ വെൽ പ്ലാൻഡ് ആയിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ, മൊബൈൽ ഫോണുള്ള ആളുകൾക്ക് ഖത്മ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായൊരു മാർഗ്ഗം വന്നിട്ടുണ്ട്. അത് ഒരു ആപ്പാണ്. അതിന് അറബിയിൽ നഖ്തിം എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. നഖ്തിം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഖത്മ് ചെയ്യാമെന്നാണ്. ആ ആപ്പിൻ്റെ പ്രത്യേകത, നമുക്ക് ഖുർആൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ കേൾക്കാനും ഓതാനും മീനിങ് വായിക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആപ്പ് സൗകര്യമുണ്ട്. 10-16ഓളം ഖിറാഅത്ത് നമുക്കതിൽ കിട്ടുകയും ചെയ്യും. അതിനേക്കാൾ പ്രാധാന്യമായി ഹൈലൈറ്റ് ചെയ്ത് നമുക്കതിൽ കാണാൻ കഴിയുന്നത്, അത് ഉപയോഗിക്കുമ്പോഴേ അതിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. എനിക്ക് അതിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഫോൺ തുറക്കുന്ന സമയത്ത് എപ്പോൾ ഞാൻ ഓണാക്കി അത് ഫോൺ എപ്പോൾ ഡിസ്പ്ലേ ഓപ്പൺ ആവുന്നോ അപ്പോൾ അതിൽ ഒരായത്ത് വരും. ആ ആയത്ത് ഓതി പൂർണ്ണമാക്കി അതിൽ ടിക്ക് ഇട്ടെങ്കിലേ എൻ്റെ രണ്ടാമത് വേറൊരു ആപ്പ് എനിക്ക് വാട്സപ്പ് തുറക്കണമെങ്കിലോ ഫേസ്ബുക്ക് തുറക്കണമെങ്കിലോ എനിക്കത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ അത് ഓതിയേ നമ്മൾ തുടങ്ങിപ്പോരും. പിന്നെ ഇനി വേണമെങ്കിൽ എനിക്ക് ഒന്നുകൂടി ആവേശം, ഇനി 2 ആയത്താക്കുകയാണെങ്കിൽ 2 ആക്കി മാറ്റാം. ആ ആയത്ത് 2 ആക്കാം, 3 ആക്കാം എന്നുള്ള സൗകര്യം പോലെ. അങ്ങനെ ഒരു ദിവസം നമ്മൾ എത്ര ആയത്ത് ഓതി എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് കാണിക്കും. നാളെ രാവിലെ ഫസ്റ്റ് തുറക്കുന്ന സമയത്ത് ഇന്നലെ നിങ്ങൾ ഇത്ര ആയത്ത് ഓതിയിട്ടുണ്ട്. അഥവാ നമ്മൾ എത്ര തവണ ഫോൺ തുറന്നോ അത്രയും ആയത്തുകളുടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എത്രമാത്രം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. 2, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പുണ്യം കൂടി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ അതുകൊണ്ടാണല്ലോ ജമീൽ ആപ്പ്, പീസ് റേഡിയോ ഇത്തരം സംവിധാനങ്ങൾക്ക് വിജയിക്കാനുള്ള കാരണം എന്താ, ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ അവർക്കത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലവും പുണ്യവും കിട്ടാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ ഉപയോഗിച്ച ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇത് സംഭവം ഇങ്ങനെ ആയതുകൊണ്ട് എന്തായിരുന്നല്ലോ അങ്ങനെയെങ്കിലും നമ്മളത് ഓതാൻ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. പലർക്കും അവരുടെ ഫോൺ ഉപയോഗത്തിനനുസരിച്ച് അതിനെന്ത് ചെയ്യും, പുണ്യം കൂടാനുള്ള ചാൻസാണ് കിട്ടുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിരുന്ന് ചിന്തിക്കാം, എനിക്ക് എങ്ങനെ എൻ്റെ കഴിവ്, സമയം, എൻ്റേതായ സംവിധാനങ്ങൾ എങ്ങനെ ഖുർആൻ പഠിക്കാനും ഓതാനും പറ്റാവുന്ന രൂപത്തിൽ ഉപയോഗിക്കാം. എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് അവിടെ ജോലിയായിരുന്നു, ഇവിടെ പോകാൻ പറ്റിയില്ല, അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പകരം നമ്മുടെ കയ്യിലിരുന്ന് നമ്മുടെ സൗകര്യം പോലെ ഇരുന്ന് ഓതാനും ഖത്മ് ചെയ്യാനും വേണമെങ്കിൽ അർത്ഥം അറിയാനും കാര്യങ്ങളെ ഖിറാഅത്ത് കേൾക്കാനും ഇന്ന് സൗകര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചിന്ത, നമ്മൾ നൽകുന്ന ചിന്ത ഖുർആൻ പഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം എന്ന ഏറ്റവും സുപ്രധാനമായ ചിന്തയാണ്. അതിനുള്ള സംവിധാനങ്ങൾ വളരെ സൗകര്യമുള്ള എളുപ്പമുള്ള ഈസി മെത്തേഡുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്ന് പരിചയപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഖുർആൻ പഠന സദസ്സുകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് ചിലയിടത്തൊക്കെ 300-200 ആളുകൾ പങ്കെടുക്കുന്ന ക്ലാസ്സുകളുണ്ട്. അൽഹംദുലില്ലാ. പലപ്പോഴും ചെന്നൈയിലൊക്കെയുള്ള ക്ലാസ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്. അവിടെയൊക്കെയുള്ള ക്ലാസ്സുകളിലൊക്കെ നല്ല ഒരു സാന്നിധ്യം, അത്രയും നിറഞ്ഞ നിൽക്കുന്ന ടൗണിൻ്റെ ആ ഭാഗത്തുനിന്നും ആളുകൾ മാറിയിട്ട് ഖുർആൻ പഠിക്കാൻ നിറഞ്ഞ ആളുകൾ, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ വന്നിരിക്കാൻ, അവർക്ക് ഖുർആൻ അറിയില്ല, വേറെ ഒരുപാട് ബിരുദങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലെ ചില നല്ല സംവിധാനങ്ങൾ, നല്ല പള്ളിയും നല്ല എല്ലാ സൗകര്യവും ഉണ്ടാകുന്ന അവിടുത്തെ ക്ലാസ്സിന് പോയിരുന്നാൽ കാണാം 10 ആൾ, 20 ആൾ, 15 ആൾ, അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ വരാൻ ആളുകളില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളുടെ സമീപനത്തിലുണ്ടാകുന്ന രീതിക്കനുസരിച്ച് കൊണ്ടാണ് അതിൽ വിലയിരുത്തപ്പെടുക. അപ്പോൾ നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ഓതാൻ, കേൾക്കാൻ, ചിന്തിക്കാൻ, ഖത്മ് ചെയ്യാനൊക്കെ നമ്മളെക്കൊണ്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നാണ്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ എന്നത് നമുക്ക് നമ്മുടെ മേത്തേക്കാണ് ആയത്ത് ടച്ച് ചെയ്യുക എന്നുള്ളതൊരു ബോധം ഉണ്ടാവണമെന്നാണ് എനിക്കിതിൽ ഇന്ന് ചിന്തയായിട്ട് എനിക്ക് കിട്ടിയത്. നമ്മുടെ പീസ് റേഡിയോ ഖുർആൻ സ്റ്റേഷൻ ഉണ്ട്, അതിലൊരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ അതിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. തഫ്സീറുണ്ട്, ഖത്മ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഹിഫ്ളുണ്ട്, ലോക പ്രശസ്ത കാരികളുടെ ഖിറാഅത്തുകളുണ്ട്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. അതായത് വലിയ വലിയ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്, പള്ളികളുണ്ട്, വലിയ മദ്രസകളുണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകളും ക്ലാസ് മുറികളും AC റൂം സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഖുർആൻ പഠിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നൊരു അനുഭൂതിയും ഒരു ആസ്വാദനമൊക്കെ ഉണ്ട്. സത്യത്തിൽ ഒരു ഹലാവത്തുണ്ട്, അത് ഈമാനിൻ്റെ ഹലാവത്താണ്. അതിലേക്ക് ഇങ്ങോട്ട് എത്തുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ വിഷയം. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ആളുകളുണ്ട്, സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞത്. ആ ബോധ്യമുള്ളവർ വേറെ മറ്റു എന്ത് തിരക്കുണ്ടെങ്കിലും അതവർ മാറ്റി വെച്ച് ഈ ക്ലാസ്സിന് അവരെത്തിയിരിക്കും. ആ ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ അയാൾക്ക് ഇനി മെസ്സേജ് വരേണ്ട ആവശ്യമില്ല, അയാൾ ഇനി ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യം, അയാൾ തന്നെ വന്നിരിക്കും. അയാൾ അവിടെ ക്ലാസ് മുടങ്ങിയാൽ ചോദിക്കും എന്താണെന്നല്ലാത്തതെന്ന് ചോദിക്കും.
കാരണം ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും സത്യത്തിൽ ലാഭത്തിൻ്റെ ഇടപാട് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും. മനസ്സിനും അതെ കച്ചവടമാണ് 3 കാര്യത്തിൽ ഒന്നാണല്ലോ. അതെ, തെലുവിനെ കിതാബല്ല, അള്ളാന്റെ കിതാബ് ഓതുക എന്നുള്ളത് നഷ്ടമില്ലാത്ത കച്ചവടമാണെന്നാണ് പറഞ്ഞത്. അത് മനസ്സിനും ശരീരത്തിനും ഇഹലോകത്തും പരലോകത്തും അയാൾക്ക് ഗുണമാണ്, എല്ലാത്തിനും ഗുണമാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചിന്തയിൽ നമ്മൾ നൽകിയിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുക, ഖുർആനുമായുള്ള പിന്നെ പുതിയ കാലത്തെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മുന്നോട്ട് പോകാം. അതെ, അത് ഏത് തിരക്കിനിടയിലും ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ പോകാനുള്ള സംവിധാനം. മനസ്സ് വെച്ചാൽ ഇന്ന് കാലം നമ്മൾ വളരെ അടുത്ത് കിടക്കുകയാണ് പഠിക്കാനെന്നുള്ള സൂചിപ്പിക്കണം. അല്ലെ, ഒന്ന് വിചാരിച്ചാൽ എത്ര പെട്ടെന്നൊന്നും വേണമെങ്കിൽ. അതായത് പുതിയ കാലത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഈ ഖുർആനെ അവഗണിച്ചു. ആ പിന്നെ പറയാനുള്ളൊരു അവസരം ഇല്ല സത്യത്തിൽ. നമ്മൾ പെട്ടുപോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരക്കായിരുന്നു, എനിക്ക് യാത്ര ചെയ്യുന്നു. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ എവിടെയെങ്കിലും ഓത്താൻ പറ്റിയ സംവിധാനം ഉണ്ട്. നമ്മൾ സഞ്ചരിക്കുന്നിടത്തൊക്കെ നമ്മുടെ കൂടെ സംവിധാനം, മൊബൈൽ ഫോൺ നമ്മുടെ കൂടെ, അതേപോലെ ശരീരത്തിന്റെ പാർട്ട് പോലെയാണ് ഇപ്പോൾ. ഖുർആൻ പേജസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ, അടിച്ചാൽ ഖുർആനിലുള്ള അതേ പേജ് നമ്മുടെ ഫോണിൽ കിട്ടുമല്ലോ. ഖുർആൻ അങ്ങനെ ഓതാൻ തോന്നുകയാണെങ്കിൽ ഖുർആൻ പേജസ് അടിച്ചാൽ ആ പേജ് തന്നെ നമ്മുടെ ഫോണിൽ കറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. എന്തെല്ലാം സൗകര്യങ്ങളായി. എന്നാൽ പോലും വീടുകളിലൊക്കെ ഖുർആൻ ഓത്തും പാരായണം പഴയ പോലെ അല്ലാന്നാണ് നമുക്ക് തോന്നുന്നത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ചില വീടുകൾ സജീവമായിട്ടുണ്ട്, എല്ലാവരും അങ്ങനെ അല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ പഴയ അവസ്ഥ. പണ്ട് എല്ലാ വീടുകളിലും പിന്നെ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു സമയം, പിന്നെ മഗ്‌രിബിൻ്റെ സമയമൊക്കെ ആയാലും പിന്നെ പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് എന്നുള്ള കാര്യം പിന്നെ ഒരു തർക്കമല്ല. പക്ഷെ എന്നാലും പുതിയ തലമുറയെ നമ്മുടെ മക്കളേക്ക് എന്ത് ചെയ്യണം, ആ ഒരു ശീലത്തിലേക്ക്, സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അറബിയിൽ നഖ്തിം ആണ് അടിക്കേണ്ടത്. 4 അക്ഷരം നഖ്തിം എന്നാണ് അറബിയിൽ അത് ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിലുണ്ട്, അതുപോലെ തന്നെ ആപ്പിളിലും കിട്ടുന്നുണ്ട്.